ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU IT 407 നോളജ് എഞ്ചിനീയറിംഗിൽ മൊഡ്യൂൾ 2-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള AO സ്റ്റാർ അൽഗോരിതത്തെ പറ്റിയാണ്. AO സ്റ്റാർ അൽഗോരിതവും ഒരു പ്രോബ്ലം ഡീകമ്പോസിഷൻ ടെക്നിക്സാണ്. AO സ്റ്റാർ അൽഗോരിതം എന്ന് പറയുന്നത് ആൻഡ് ഓർ ഗ്രാഫുകളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതിനെ നമുക്ക് AO സ്റ്റാർ അൽഗോരിതം എന്നോ AO ആസ്ട്രിക് അൽഗോരിതം എന്നോ വിളിക്കാം. It is also a problem decomposition techniques. AO means and or graph. AO star algorithms പൊതുവെ രണ്ട് തരത്തിലുള്ള കോൺസെപ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓർ ഗ്രാഫുകളുടെ കോൺസെപ്റ്റും അതേപോലെ തന്നെ A സ്റ്റാർ അൽഗോരിതത്തിൻ്റെ കോൺസെപ്റ്റും ഉപയോഗിച്ചുകൊണ്ടാണ് AO സ്റ്റാർ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. AO star algorithm uses the concept of and or graph techniques and A star algorithm concept. AO star algorithm does not explore all the solution path once it got a solution. This algorithm should not take a G' value. അതായത് AO star algorithms പൊതുവെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മറ്റൊരു സൊല്യൂഷൻ കിട്ടാനായി ശ്രമിക്കുന്നില്ല. അതായത് പിന്നെ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ആ കിട്ടുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ അൽഗോരിതംസ് G' വാല്യൂ യൂസ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ പൊതുവെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ F' വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ F' = G' + H' എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ G' എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ G' എന്ന് പറയുന്ന വാല്യൂ AO സ്റ്റാർ അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നില്ല. ഇനി ആൻഡ് ഓർ ഗ്രാഫുകളും AO സ്റ്റാർ അൽഗോരിതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. The difference between and or graph and AO star algorithm is AO star does not use G' value and it find a single path. അപ്പോൾ രണ്ട് വ്യത്യാസങ്ങളാണുള്ളത്. ആൻഡ് ഓർ ഗ്രാഫുകളിൽ നിന്ന് AO സ്റ്റാർ അൽഗോരിതത്തിന് AO സ്റ്റാർ അൽഗോരിതം എന്ത് ചെയ്യുന്നില്ല, G' വാല്യൂ യൂസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, ഒരു സിംഗിൾ പാത്ത് മാത്രമേ അല്ലെങ്കിൽ ഒരു സിംഗിൾ സൊല്യൂഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, AO സ്റ്റാർ അൽഗോരിതം ഫൈൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി A സ്റ്റാർ അൽഗോരിതവും AO സ്റ്റാർ അൽഗോരിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. A സ്റ്റാർ അൽഗോരിതത്തിൽ നമ്മൾ രണ്ട് ഡേറ്റ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഡേറ്റ സ്റ്റോറിംഗ് ലൊക്കേഷൻസ് യൂസ് ചെയ്തു, ഓപ്പണും ക്ലോസ്ഡും. എന്നാൽ AO സ്റ്റാർ അൽഗോരിതത്തിനെ സംബന്ധിച്ചിടത്തോളം AO സ്റ്റാർ അൽഗോരിതം ഒരു സിംഗിൾ ഡേറ്റ സ്ട്രക്ചറെ യൂസ് ചെയ്യുന്നുള്ളൂ. ആ സിംഗിൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. The difference between A star algorithm and AO star algorithm is use a single data structure അല്ലെങ്കിൽ സിംഗിൾ സ്ട്രക്ചർ ഗ്രാഫ് റെപ്രസെൻറ്റ് ദ പാത്ത് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു അൽഗോരിതത്തിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റിയും കൂടെ നമുക്ക് നോക്കണം. AO സ്റ്റാർ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റി നോക്കണം. അൽഗോരിതം AO സ്റ്റാർ. ലെറ്റ് ഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് എ നോഡ്. നമ്മൾ പൊതുവേ നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാഫിൽ കുറേ നോഡ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു നോഡിനെ എടുത്തിട്ട് അതിനെ ഇനിഷ്യൽ നോഡാക്കുന്നു, അതിനെ ഇന്നിറ്റ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം അതിൻ്റെ H' വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നിറ്റ് എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇനിഷ്യൽ നോഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നിറ്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, H' വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇന്നിറ്റിനെ ലേബൽ ചെയ്യുന്നത് എന്താണ്, സോൾവ്ഡ് എന്ന് നമ്മൾ ലേബൽ ചെയ്താൽ H' വാല്യൂ ഗ്രേറ്റർ ആണ് അല്ലെങ്കിൽ ഫ്യൂട്ടിലിറ്റിയേക്കാൾ ആണെങ്കിൽ നമ്മൾ ഫോളോയിങ് സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ദ ഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓൺലി എ നോഡ് റെപ്രസെൻറ്റ് ആസ് എൻ ഇനിഷ്യൽ സ്റ്റേറ്റ് കമ്പ്യൂട്ട് H' വാല്യൂ until init is labeled as a solved or until H' value become greater than futility. repeat the following procedure. നമ്മൾ താഴെ പറയുന്ന പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതുണ്ട്. Trace the labeled arc from init and select for explanation of the as yet unexpanded node that occur on this path called select node. അതായത് നമ്മൾ ഇന്നിറ്റിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് പോകേണ്ടതുണ്ടെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്ത് പോകാൻ പോവുകയാണ്. Generate the successors of node. If there are none, then assign futility as H' value of node. This is equal to saying that node is not solved. If there are successors, then for each one that is also an ancestor of node to the following. Add successor to graph
if the successor is terminal node, labeled it solved and assign h dash value of 0. If successor is not a terminal node, compute h dash value. അപ്പോൾ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫിൽ കുറേ നോഡുകളുണ്ട്. നോഡിൽ ആദ്യത്തെ നോഡിനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ഇനിഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് അസൈൻ ചെയ്യുന്നു. ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന അർത്ഥത്തിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇനിറ്റ്. എന്നിട്ട് എച്ച് ഡാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇനിറ്റ് സോൾഡ് ആണ് എങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഫ്യൂട്ടിലിറ്റി വാല്യൂ. എന്താണ് ഫ്യൂട്ടിലിറ്റി വാല്യൂ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഫ്യൂട്ടിലിറ്റി വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു എമൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ തന്നെ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനിറ്റിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനിറ്റിനെ എക്സ്പാൻഡ് ചെയ്യണം. ഇനിറ്റിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സക്സസർ നോഡ് കണ്ടുപിടിക്കണം. ഓരോ സക്സസർ നോഡിനെയും നമ്മൾ ഗ്രാഫിലേക്ക് ആഡ് ചെയ്യണം. ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഡേറ്റ സ്ട്രക്ചറാണ്, അതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ എച്ച് ഡാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതൊരു ടെർമിനൽ നോഡ് ആണ്, അതായത് ലീഫ് നോഡ് ആണ് എങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ 0 ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എച്ച് ഡാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. ഇനി എച്ച് ഡാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് propagate the newly discovered information of the graph by doing the following. The latest set of nodes have been labeled solved or whose h dash value have been changed and so need to have value propagated back their parent. Initialize 5 to node until s is empty. Repeat the following procedures. If possible, select from S a node none of whose descent in graph occur in S. If there are no such nodes, select any node from S, call this node current and remove it from S. അതായത് നമ്മൾ ഇത് സോൾവ് ചെയ്യാണ്ട് ഈ ന്യൂലി ഡിസ്കവേർഡ് ഗ്രാഫ് എച്ച് ഡാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എച്ച് ഡാഷ് വാല്യൂവിൽ ചേഞ്ച് ഉണ്ട് എങ്കിൽ നമ്മൾ തൊട്ട് മുമ്പേയുള്ള നോഡുകളെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത്. നമ്മളൊരു പുതിയ നോഡിനെ എടുത്തു, കറണ്ട് എന്ന് പറഞ്ഞു. കറണ്ട് നോഡിനെ എന്ത് ചെയ്തു, ഡേറ്റ സ്ട്രക്ചറിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി ഈ കറണ്ട് സ്ട്രക്ചറിൽ ആർക്ക് ഉണ്ടെങ്കിൽ ഈ ആർക്ക് നമ്മൾ എവിടെ കണ്ടു, ആൻഡ് ആർക്കിൽ കണ്ടു, ആൻഡ് ഓർ ഗ്രാഫുകളിൽ കണ്ടു. അപ്പോൾ ഒരു ആർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റും ഫൈൻഡ് ചെയ്തിട്ട് മിനിമം കോസ്റ്റ് ഏതാണോ അതാണ് നമ്മൾ എടുക്കുന്നത്. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഈച്ച് ചാർജ് എമർജിങ് ഫ്രം കറണ്ട്. Then cost of each arc is equal to the sum of h dash value of each node at the arc plus whatever the cost of arc itself. Assign current's new h value minimum of cost just computed from the emerging from it. Mark the best path out of current by making that had minimum cost as computed in the previous step. Mark current solved if the all node processed to go the newly labeled arc have been labeled solved. If current has been labeled solved or the cost of current was just changed, then the new status was propagated back to the stat. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്രാഫ് ഉണ്ട്. ഗ്രാഫിൻ്റെ ഏറ്റവും ആദ്യത്തെ നോഡിൽ നിന്ന് തുടങ്ങും, അതിൻ്റെ എച്ച് ഡാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇനി ഇതിനെ സോൾഡ് ഇനിറ്റ് എന്ന് പേര് കൊണ്ട് വിളിച്ചു. ഇത് സോൾഡ് ആണ് അല്ലെങ്കിൽ ഇനിറ്റിൻ്റെ എച്ച് വാല്യൂ ഫുൾഫിൽറ്റിയേക്കാൾ കൂടുതലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനിറ്റിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇവിടെ ഈ സോൾഡ് എന്ന് പറയുന്ന മെത്തേഡ് കാണുമ്പോൾ നമുക്ക് തോന്നും ഈ സോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പോൾ സോൾഡ് എന്ന് വെച്ചാൽ സൊല്യൂഷൻ കിട്ടിയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സോൾഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഓരോ പാത്തും ട്രേസ് ചെയ്യുക, അതായത് ആ നോഡിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ സക്സസർ നോഡ് കണ്ടുപിടിക്കുന്നു. സക്സസർ നോഡിനെ ഗ്രാഫിലേക്ക് ആഡ് ചെയ്യുന്നു. അതിൻ്റെ ടെർമിനൽ നോഡ് കണ്ടുപിടിക്കുന്നു, വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം എച്ച് ഡാഷ് വാല്യൂ ടെർമിനൽ നോഡ് ആകുമ്പോൾ എച്ച് ഡാഷ് വാല്യൂ 0 ആയിട്ട് അസൈൻ ചെയ്യും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇനി ഇവിടെ ഒരു ഇത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സക്സസർ നോഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിനെ ഒരു പുതിയ നോഡ് ജനറേറ്റ് ചെയ്യാനില്ല, അതിനെ ആഡ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്രാഫാണ് എന്ന കാര്യം ഓർക്കുക. ഒരു ഗ്രാഫ് എന്നാണ്. ഗ്രാഫിലേക്ക് ആഡ് ചെയ്യുന്നു. ഗ്രാഫിലേക്ക് ആഡ് ചെയ്തിട്ട് അതിനെ കറണ്ട് എന്ന് വിളിക്കുന്നു. ഈ കറണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നു. കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എച്ച് ഡാഷ് വാല്യൂ മാത്രം മതി കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള കാര്യം കൂടെ ഓർക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു,
ആർക്ക് ആൻഡ് ആർക്കുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് സം ചെയ്യുന്ന സമയത്ത് 2 H' വാല്യൂകളും പിന്നെ ആൻഡ് ആർക്കിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതും കൂടെ സം ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ലേബിൾഡ് സോൾഡ് എന്ന് ലേബൽ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അതിൽ മിനിമം കോസ്റ്റ് എടുക്കുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. എപ്പോഴെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടോ അപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആൻഡ് ഓർ ഗ്രാഫിൻ്റെ അൽഗോരിതം കണ്ടതുപോലെ തന്നെയാണ് AO സ്റ്റാറിൻ്റെയും അൽഗോരിതം. രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് എഫ് ഡാഷിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് G+H ആയിരുന്നു. ആൻഡ് ഓർ ആർക്കുകളിൽ ഇവിടെ എന്ത് മതി, H' അല്ലെങ്കിൽ Hൻ്റെ വാല്യൂ മാത്രം മതി. ഇനി മറ്റതിലേക്ക് ആകുമ്പോൾ ഒന്നിൽ കൂടുതൽ ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുള്ളൂ, അതാണ് ഗ്രാഫ് എന്നിവിടെ വിളിച്ചിരിക്കുന്നത്. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് പുതിയതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസും കൂടെ നോക്കാം. If the graph contains multiple cycle or a cycle, termination is difficult. അതായത് ഒരു ഗ്രാഫിൽ സൈക്കിൾ ഉണ്ട് എങ്കിൽ ഇത് വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ടെർമിനേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇനി ഒരു നോഡിനെ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് അതിൽ സൊല്യൂഷൻ ഇല്ല എങ്കിൽ നമ്മൾ വീണ്ടും അതിനെ ഡീകമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ സൊല്യൂഷൻ തൊട്ടിപ്പുറത്തെ നോഡിലായിരിക്കും കാണുന്നത് എങ്കിൽ മിനിമം കോസ്റ്റിനെയാണ് ഡീകമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡീകമ്പോസിഷൻ ഓഫ് സം നോഡ് ഈസ് വേസ്റ്റഡ്. അപ്പോൾ 2 ഡിസഡ്വാൻറ്റേജ് ഉള്ളതാണ്. ഗ്രാഫ് കണ്ടെയ്ൻ സൈക്കിൾസ്, ടെർമിനേഷൻ ഈസ് ഡിഫിക്കൽട്ട്, ദെൻ ഡീകമ്പോസിഷൻ ഓഫ് സം നോഡ് ഈസ് വേസ്റ്റഡ്. ഇത്രയാണ് AO സ്റ്റാറിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ഓർ ഗ്രാഫുകൾ നിങ്ങൾ നേരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ AO സ്റ്റാർ അൽഗോരിതം അതിൻ്റെ ബേസിസിൽ നിന്നുകൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു അൽഗോരിതമാണ്.